പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 4-ാം വാക്യം. തളർന്നിരിക്കുന്നവനെ വാക്കുകൾ കൊണ്ട് താങ്ങുവാൻ അറിയേണ്ടേന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ നോക്കൂ, തളർന്നിരിക്കുന്നവനെ, അതായത് ക്ഷീണിതരെയും ദുഃഖിതരെയും ആശ്വസിപ്പിക്കുവാൻ യെശയ്യാ പ്രവാചകന് കർത്താവ് എടുത്ത് ഉപയോഗിച്ചു. ഹല്ലേലൂയ. അതുപോലെ പ്രിയ ദൈവമക്കളെ, നമ്മളെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. അതിനെന്താണ് ചെയ്തത്? യഹോവയായ കർത്താവിനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, നാം മറ്റുള്ളവരെ വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ഒരു ഹെൽപ്പായി തീരുവാൻ നാം ഇടയായി തീരണം. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് പ്രാപിച്ചവർക്ക് മാത്രമേ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആവർത്തന പുസ്തകം 33:3 പറയുന്നു, അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു, അവൻ്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു, അവർ തൃക്കാൽക്കൽ ഇരുന്ന് അവൻ തിരുവചനങ്ങൾ പ്രാപിച്ചു. ഹല്ലേലൂയ. നോക്കൂ, കർത്താപ്പച്ചൻ്റെ കാൽക്കൽ ഇരുന്നവർക്കാണ് കർത്താവിൻ്റെ വചനങ്ങൾ അത് മനസ്സിലാക്കി അത് പ്രാപിച്ചെടുക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 2:9 പറയുന്നുണ്ട്, തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു, സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ല. ഹല്ലേലൂയ. നോക്കൂ, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, ഹന്ന ഇരുന്ന് കരഞ്ഞു. ഹല്ലേലൂയ. കർത്താവിൻ്റെ പദപീഠത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് അതിന് ഉത്തരം ലഭിപ്പാൻ ഇടയായി തീർന്നു. അതായത് ഇരുന്ന് പ്രാപിക്കുന്നവർക്ക്, പ്രാർത്ഥിക്കുന്നവർക്കാണത് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു, സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കയില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദുഷ്ടങ്കിൽ നിന്ന് ജയം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. പ്രിയ മക്കളെ, പ്രാർത്ഥനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. നാം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഏത് വിഷയത്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? എവിടെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് നമുക്ക് എപ്പോഴും ഹല്ലേലൂയ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് ഹല്ലേലൂയ അതിൻ്റെ 11-ാം അധ്യായം 5 മുതലുള്ള വാക്യം നാം നോക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു സുഹൃത്തിൻ്റെ അടുക്കൽ ഒരു സുഹൃത്ത് വന്ന് എനിക്ക് 3 അപ്പം വായ്പ തരണമെന്ന് പറയുന്നതായിട്ട് അർദ്ധരാത്രിക്ക് വരുന്ന ഒരു സ്നേഹിതനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ 5-ാം വാക്യം മുതൽ കാണുന്നു, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവനെ വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, ഏതൊരു വ്യക്തിക്കും ക്രിസ്തീയ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, അർദ്ധരാത്രിയിൽ വന്ന വ്യക്തിക്ക് കൊടുക്കുവാൻ ഈ വ്യക്തി പറയാണ്, എൻ്റെ പക്കൽ ഏതുമില്ല. ഹല്ലേലൂയ. ഒന്നുമില്ല, ഒരപ്പം പോലും ഒന്നും കൊടുക്കുവാനില്ല. അതായത് ഒരു കരുതലില്ലാത്ത മനുഷ്യനാണ്. ഹല്ലേലൂയ. വിളക്കുണ്ട്, എണ്ണയില്ല. പ്രിയ മക്കളെ, തക്ക സമയത്ത് വേണ്ടുന്നത് കാണില്ല. അതുകൊണ്ട് ഏതു നിമിഷം മണവാളൻ വരുന്നതെന്ന് അറിയായിക്കാൻ നാം ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം. കർത്താവിൻ്റെ പാദപീഠത്തിൽ എപ്പോഴാണ് ഹല്ലേലൂയ ആരൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അപ്പൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാണോ അത് പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ എന്താ, അവൻ്റെ പക്കൽ ചെന്നപ്പോൾ ആ വ്യക്തിയുടെ ഭവനത്തിൽ ചെന്ന് എനിക്ക് ഏതുമില്ല. ഹല്ലേലൂയ. ആ സുഹൃത്ത് വിചാരിച്ചു, ഈ ഹല്ലേലൂയ ദൈവ പൈതലിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ, ഇവൻ്റെ അടുക്കൽ ചെയ്യുമ്പോൾ എൻ്റെ വിഷയത്തിന് മറുപടി ആകുമെന്ന് വിചാരിച്ചാണ്
അവൻ ചെന്നത്. പക്ഷേ അവൻ ഹല്ലേലൂയ അവൻ്റെ പക്കലില്ലാഞ്ഞുകൊണ്ട് നോക്കൂ മറ്റൊരു സുഹൃത്തിൻ്റെ അടുക്കിലേക്ക് വരിക. അതിനാൽ എപ്പോഴും നമ്മൾ കരുതലുള്ളവരായിരിക്കണം. വിളക്കുണ്ടെങ്കിൽ അത് കത്തുവാൻ എണ്ണ വേണം. പ്രിയമക്കളെ, ആത്മീയ ഭക്ഷണം എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് വേണമെങ്കിൽ ദൈവപാദപീഠത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അടുത്ത സുഹൃത്തിൻ്റെ കയ്യിൽ അപ്പമുണ്ട്, പക്ഷെ അവനെ തരുവാൻ സാധിക്കുന്നില്ല. പ്രശ്നമുണ്ടെങ്കിലും മറ്റുള്ളവൻ്റെ ആവശ്യത്തിന് വേണ്ടി മുട്ടുന്നവനാകൊണ്ടും സുഹൃത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടും അവൻ സ്വയം തടസ്സങ്ങൾ മറന്ന് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാ. പ്രിയ ദൈവമക്കളെ, യഥാർത്ഥ സ്നേഹിതൻ അവൻ്റെ അവൻ പറഞ്ഞു, എനിക്ക് എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു. പിന്നെയും അവൻ്റെ മുട്ടലിൻ്റെ സൗണ്ട്. ഹല്ലേലൂയ. അവൻ ലജ്ജ കൂടാതെ തൻ്റെ സുഹൃത്ത് മുട്ടുകയാണ്. അതുകൊണ്ട് എന്താണ്, അവൻ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ വാതിൽ തുറന്നു കൊടുത്ത് ആ 3 അപ്പം കൊടുക്കുവാൻ, 3 അപ്പമല്ല വേണ്ടുന്നിടത്തോളം. പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നിടത്തോളം തരുവാൻ കർത്താപ്പച്ചൻ ഹല്ലേലൂയ നമ്മോടൊപ്പമുണ്ട്. പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് വേണ്ടി നാം മുട്ടുമ്പോൾ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ വിട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. പ്രിയമക്കളെ, നാം ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം, അതായത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം തരും. ഹല്ലേലൂയ, മറുപടി തരും. നാം ചോദിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാ, പക്ഷേ നമുക്ക് വേണ്ടി അപ്പൻ വാതിൽ തുറന്നു തരും. ഹല്ലേലൂയ. 11-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവേ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. നോക്കൂ, പരിശുദ്ധാത്മാവിനെ അധികം ലഭിപ്പാൻ നാം യാചിക്കണം. കർത്താവ് അകത്തു വരണം. പ്രിയമക്കളെ, നാം വാതിൽ തുറന്നു കൊടുക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. മുട്ടുന്നവനെ തുറന്നു കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് വാതിൽക്ക് നിന്ന് മുട്ടുകയാ. നാം ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? കർത്താപ്പച്ചന് വേണ്ടി നമ്മളെ വാതിൽ തുറന്നു കൊടുക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരാണോ? പ്രിയമക്കളെ, അങ്ങനെ ഉണ്ടെങ്കിലാണ് അവിടെ നിന്ന് മറുപടി ലഭിക്കുന്നത്. ഹല്ലേലൂയ. അതായത് വെളിപ്പാട് പുസ്തകം 3:20 പറയുന്നുണ്ട്, ഞാൻ വാതിൽക്ക് നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ. നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്ന അപ്പൻ നാം വാതിൽ തുറന്നു കൊടുത്താൽ കർത്താപ്പച്ചൻ നമ്മുടെ ഭവനത്തിൽ കടന്നു വരും. പ്രിയ മക്കളെ, അപ്പൻ്റെ മുട്ടുന്ന സൗണ്ട് നമ്മൾ കേൾക്കണം. ഹല്ലേലൂയ. അല്ല എങ്കിൽ നോക്കൂ, ലൂക്കോസ് സുവിശേഷം 13:25 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, വീട്ടുടവൻ എഴുന്നേറ്റ് കഥ കടച്ച ശേഷം നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ തുറന്നു തരണമെന്ന് പറഞ്ഞുകൊണ്ട് കഥകിന് മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. അന്നേരം നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്നെ പറഞ്ഞു തുടങ്ങും. അവനോ, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവീനെന്ന് പറയും. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നാം കർത്താപ്പച്ചന്റെ ശബ്ദം കേട്ട് ആ മുട്ടുന്ന ഹല്ലേലൂയ ശബ്ദം കേട്ട് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പൻ ഹല്ലേലൂയ നമ്മോട് കൂടെ ഉണ്ടാകും. നാം കർത്താപ്പച്ചന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ അധികം കൊടുക്കുന്ന അപ്പന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. തളർന്നിരിക്കുന്നവരിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടേനെ. യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. പ്രിയ മക്കളെ, നമുക്കും മറ്റുള്ളവരെ താങ്ങുവാൻ, ഒരു തണലായി നിൽക്കുവാൻ, മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മെ ഇടയാക്കുന്നുവെങ്കിൽ നാം പോയി പ്രാർത്ഥിക്കണം. അതിന് സമയം കിട്ടുന്നുവെങ്കിൽ, അതിനവർ ക്ഷണിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നാം സമയം കളയരുത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താപ്പച്ചൻ ഹല്ലേലൂയ വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ നാം കഥ തുറന്നു കൊടുത്ത് അപ്പനെ നമ്മുടെ ഭവനത്തിലേക്ക് ഹല്ലേലൂയ നമുക്ക്
ഹല്ലേലൂയ വിളിക്കാം. കർത്താപ്പച്ച നമ്മോടൊപ്പം വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന, ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളിലെ ആരെങ്കിലും ഹല്ലേലൂയ തളർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ അവരുടെ അടുക്കലേക്ക് എൻ്റെ അപ്പ ഹല്ലേലൂയ അങ്ങയുടെ മക്കളെ അയക്കണമേ. കർത്താപ്പച്ച അവിടുന്ന് അയക്കണമേ. അവിടുന്ന് ഉത്തരം നൽകി കൊടുക്കണമേ അപ്പ. ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുകയാണ്. യേശു അപ്പച്ചൻ ഹല്ലേലൂയ വാതിൽ തുറന്നു കൊടുക്കുകയും വാതിൽ അടയ്ക്കുകയും എല്ലാം ചെയ്യുവാൻ അപ്പന് കഴിയും. കർത്താവിനാൽ അസാധ്യമായത് ഒന്നുമില്ല. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ വിടുതലായി തീരട്ടപ്പ. അങ്ങ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മിനുവജു, മുംബൈ. ഹല്ലേലൂയ സ്തോത്രം.